everyone, welcome to FM Madonna 39.25. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വേദവ് 6. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ? പിന്നെ പരീക്ഷ ഇങ്ങെത്താറായേ. കളിച്ചു നടക്കാതെ എല്ലാവരും പഠിത്തത്തിലും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ലളിതമായ ഭാഷയിൽ സാധാരണ ജീവിതങ്ങളെ തമാശയും ചിന്തയും കലർത്തി വരച്ചു കാട്ടിയ അതുല്യ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഇതാ അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തിന്റെ ആസ്വാദനവുമായി എത്തുന്നു മറിയം നസ്രീൻ 5th B. ചങ്ങാതിമാരെ, ഒരു സുഹറയും ഒരു മജീദും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നായി മാറിയ കഥ വളരെ സരളമായി ബേപ്പൂർ സുൽത്താൻ നമ്മളോട് പറയുകയാണ് ബാല്യകാല സഖിയിലൂടെ. സാധാരണക്കാരുടെ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയായിരുന്നു സുഹറ. കൊൽക്കത്തയിലെ ജീവിതത്തിനിടയിൽ ഒരു ദിവസം ബഷീർ സുഹറയെ സ്വപ്നം കാണാനിടയായി. സുഹറ സ്വപ്നത്തിൽ പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ മരിച്ചു പോയിരിക്കുന്നു. പ്രിയ കൂട്ടുകാരിയെ വർഷങ്ങൾക്കിപ്പുറം കണ്ടതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞ ഓർമ്മകൾ ചേർത്തുവെച്ച് എഴുതിയതാണ് ബാല്യകാല സഖി. 8-10 വയസ്സുള്ള അയൽവാസികളായ കുട്ടികളാണ് സുഹറയും മജീദും. അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അവരുടെ പ്രിയ കളിസ്ഥലമായ മാഞ്ചോടും മാവിൽ നിറയെയുള്ള നീറും തൊലി അള്ളിയെടുക്കുന്ന സുഹറയുടെ നഖത്തിന്റെ മൂർച്ചയും അവരുടെ കൂട്ടുകാരും എല്ലാം നമ്മുടെ തലമുറയ്ക്ക് അപരിചിതമാണ് കൂട്ടരെ. പക്ഷേ ഇവയെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് സുപരിചിതമായിരിക്കും. അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ അവർ നമ്മളോട് പറയുമ്പോൾ അതിൽ നമുക്ക് സുഹറയുടെയും മജീദിന്റെയും ലോകം കാണാനാകും. പഴയകാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കഥയിലൂടെ പണ്ടത്തെ സുന്നത്ത് കല്യാണത്തിന്റെയും കാതുകുത്ത് കല്യാണത്തിന്റെയും എല്ലാം പാരമ്പര്യ രീതികൾ നമുക്ക് കാണിച്ചു തരികയാണ്. കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വായനക്കാരുടെ മനസ്സറിഞ്ഞ് രചിച്ചതായിരിക്കാം ഈ കൃതി. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിശ്വസാഹിത്യകാരന്റെ രചനകളിൽ കണ്ണീരിന്റെ നനവുള്ള എന്നാൽ ഒരു മധുരം നെല്ലിക്ക പോലെ രുചിയുള്ള ഒരു എഴുത്താണ് ബാല്യകാല സഖി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത ചെറുകഥകളിൽ ഒന്നായ വിശ്വവിഖ്യാതമായ മൂക്കിന്റെ പുസ്തക നിരൂപണവുമായി എത്തുന്നു 7th B യിൽ നിന്നും വേദ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആശയപഹാസത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ഈ കഥ ബഷീർ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളികൾക്ക് ഒരു ദിവസം മൂക്കിന് നീളം വയ്ക്കുന്നതിനും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലുള്ളത്. ഒരു വലിയ മൂക്കിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത്. കുശിനി പണിക്കരാണ് കഥയിലെ നായകൻ. മൂക്കെന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമാക്കി നോക്കിക്കണക്കാക്കുകയാണ് ബഷീർ ഈ കഥയിലൂടെ. നായകനെ എഴുതാനോ വായിക്കാനോ അറിയില്ല. കുശിനി പണി ചെയ്യുക, ഉറങ്ങുക, വീണ്ടും കുശിനി പണി ചെയ്യുക എന്നിവയാണ് നായകന്റെ ജോലികൾ. പക്ഷേ 24ാമത്തെ വയസ്സിൽ മഹാത്ഭുതം സംഭവിക്കുകയാണ്. വേറൊന്നുമല്ല, ദിവസം കഴിയുന്തോറും നായകന്റെ മൂക്കിന് നീളം വയ്ക്കാൻ തുടങ്ങി. അവസാനം പൊക്കിൽ വരെ അത് നീണ്ടു. തുടർന്ന് ജോലിയിൽ നിന്നു പിരിച്ചുവിട്ടു. അങ്ങനെ നായകന് മൂക്കൻ എന്ന പേര് വീണു. മൂക്കന്റെ മൂക്ക് കാണാൻ വേണ്ടി രാപ്പകൽ മുഴുവൻ ആളുകളുടെ ബഹളവും തുടങ്ങി. അങ്ങനെ മൂക്കന്റെ അമ്മ കാണാൻ ഫീസ് നിശ്ചയിച്ചു. ദിനപ്രതി 6 കൊല്ലം കൊണ്ട് കുശിനി പണിക്കാരൻ ലക്ഷപ്രഭുവായി. വലിയ മന്ദിരം പണിതു, 2 സുന്ദരികായ സെക്രട്ടറികളെ ഉണ്ടാക്കി. ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതിനൊക്കെ മൂക്കൻ അഭിപ്രായം പറയാൻ തുടങ്ങി. അഭിപ്രായം പറയാതെ സംഭവം വളരെ നിസ്സാരമായി ജനങ്ങൾ കണ്ടു. അങ്ങനെ മൂക്കനെ കയ്യിലെടുക്കാൻ ഗവൺമെന്റിന് ശ്രമം തുടങ്ങി. നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും മെഡലും നൽകി. മാത്രമല്ല, ഭരണപക്ഷ പാർട്ടി അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു. ഇത് തടയാൻ എതിർ പാർട്ടികൾ മൂക്കന്റെ മൂക്ക് ഒറിജിനല്ല, റബ്ബർ മൂക്കാണ് എന്ന് പ്രസ്താവനിച്ചു. തുടർന്ന് ഗവൺമെന്റിനെതിരെ പാർട്ടികൾ ലഹനങ്ങൾ നടത്തി. അങ്ങനെ മൂക്കൻ അറസ്റ്റിലായി. അങ്ങനെ മൂക്കന്റെ പരസ്യ വിചാരണക്കായി 48 രാജ്യങ്ങളുടെ പ്രതിനിധിക്കായി വിദഗ്ധ ഡോക്ടർമാർ മൂക്കന്റെ മൂക്ക് പരിശോധിക്കാൻ വന്നു. അതിൽ ഒരു ഡോക്ടർ മുട്ടുസൂചി കൊണ്ട് മൂക്കന്റെ മൂക്ക് തുമ്പത്ത് കുത്തി. അപ്പോഴതാ ചുവന്ന ഒരു തുള്ളി പരിശുദ്ധ ചോര. മൂക്ക് റബ്ബർ മൂക്കല്ല, ഒറിജിനൽ മൂക്കാണ് എന്ന് ഡോക്ടർ പ്രഖ്യാപിച്ചു. അങ്ങനെ ജനകീയ പാർട്ടി ആർത്തുവിളിച്ചു, സഖാവ് മൂക്കൻ സിന്ദാബാദ്. തുടർന്ന് രാജ്യത്തിന്റെ പ്രസിദ്ധ
പ്രസിഡന്റ് സഖാവ് മൂക്കന് മുഖ്യശ്രീ എന്ന ബഹുമതിയോട് പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ മുഖശ്രീ മൂക്കൻ MP ആയി. ദിവസം കഴിയുന്തോറും മൂക്കൻ ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. ഈ കൃതി സമൂഹത്തോടുള്ള ഒന്നാം തരം പരിഹാസനമാണ് നിറച്ചിരിക്കുന്നത്. എന്തെങ്കിലും കഴിവോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ പ്രമുഖനാവാം എന്ന് ബഷീർ കാണിച്ചു തരുന്നു. വിശ്വവിഖ്യാതമായ മൂക്ക്, നീതിന്യായം, പഴയ ഒരു കൊച്ചു പ്രേമഗാഥ എന്നീ 3 കൃതികളുടെ സമാഹാരമാണ് ബഷീർ ഈ പുസ്തകം. വളരെ മനോഹരമായി ബഷീറിന്റെ കൃതികൾക്ക് പുസ്തക നിരൂപണം തയ്യാറാക്കിയ മറിയം നസ്രീനും വേദയ്ക്കും നന്ദി. കൂട്ടുകാരെ, ഇനി കേൾക്കാം അറിയാം കറന്റ് ക്ലിക്സ്. എവറസ്റ്റ് കൊടുമുടിയെ പറ്റി കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഇതാ ആദ്യമായി ഒരു മലയാളി വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുന്നു. കണ്ണൂർക്കാരിയായ സഫ്രീന ലത്തീഫ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം കേരളം. കൂട്ടുകാരെ, എല്ലാവരും കറന്റ് ക്ലിക്സ് ഓർത്തു വെക്കണേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദിച്ച കറന്റ് ക്ലിക്സിന് ശരിയുത്തരം നൽകിയവരിൽ നിന്നും തിരഞ്ഞെടുത്ത വിജയിയെ നാളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. Till then, stay tuned to FM Madonna 39.25. This is RJ Vedav signing off. പറയാം, പാടാം, കേട്ട് രസിക്കാം.